12 ഇയേഴ്സ് ആകുമ്പോൾ തൊട്ട് കുട്ടികൾ ക്ലീനപ്പ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സെബം പ്രൊഡക്ഷൻ വരുന്ന സമയമാണ്. പിന്നെ ഇപ്പോൾ ആൻറ്റി ഏജിങ് ആണല്ലോ ഏറ്റവും പ്രധാനം. 40 കഴിയുമ്പോൾ തന്നെ കാര്യം. ഒരു 40 കസ്റ്റമേഴ്സ് പെർ ഡേ ഒരു ബ്രാഞ്ചിൽ വരുന്ന ഒരു സലൂൺ നടത്തുന്ന ആളാണ്. ആൻറ്റിയുടെ ശരിക്കുള്ള സ്കിൻ കെയർ എന്തൊക്കെയാണ്? ഡെയിലി നാച്ചുറലി ചെയ്യുന്ന ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന എന്തൊക്കെയാണ്? മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യും. അല്ലാതെ ഹോം കെയർ വേറെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു 2 ടിപ്പ് സന്തൂർ മമ്മിയാണ്. കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അറിയിക്കുമ്പോൾ 38 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾ ഓൾറെഡി 2 പേരുണ്ട്. എനിക്ക് 74 വയസ്സായി. മമ്മൂട്ടിയെ പോലെയാണോ? പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ പോയപ്പോഴത്തേക്കും ഇന്നോവേഷൻസ് ആണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പോഴത്തേക്കും വിമൻസ് ഇന്നോവേഷൻസ് ഉണ്ടാക്കി. സ്വന്തമായിട്ട് മേം തന്നെ ഒരു ട്രയലൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്റ്റാഫിനെ പോലും എടുക്കുന്നത്. 10ഉം 12ഉം ബ്രൈഡൊക്കെ കാണും. ആ സമയത്ത് വെളുപ്പിനെ 3 മണി തൊട്ടൊക്കെ തുടങ്ങും ഞാൻ. ലാസ്റ്റത്തെ ബ്രൈഡിനെയൊക്കെ ഒരുക്കി കഴിയുമ്പോൾ തളർന്നു പോകാം. ഭയങ്കര ടെൻഷനൊക്കെയാണ്. അതെന്തൊക്കെ സ്കിൻ കെയർ ടിപ്സ് ആണ് ചെയ്യേണ്ടത്? ആൻറ്റി ഏജിങ് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു മോയ്സ്ചറൈസറിന് പോലും ക്ലിനിക്കിൻ്റെയൊക്കെ 6000 ആണ് ഒരു ചെറിയ ബോട്ടിൽ. ഇതാണ് നമ്മൾ ബ്രൈഡിന് യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ആ പ്രോഡക്റ്റ് മുഴുവനായിട്ടും യൂസ് ചെയ്യുന്നില്ലെന്നുള്ളത്. കൂടുതലും ഈ സ്റ്റാഫിൻ്റെ പ്രോബ്ലം എനിക്ക് ഉണ്ടാകാറുണ്ട്. അവരെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല ഇതാക്കി എടുത്തു കഴിയുമ്പോൾ വേറെ പാർലറുകാർ അടിച്ചുകൊണ്ട് പോകും. നമസ്കാരം, ജാങ്കോ സ്പേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലേഡി ഓൺടർപ്രണറാണ്. കഴിഞ്ഞ 38 വർഷമായിട്ട് ഒരു സലൂൺ നടത്തി അത് അത്രയും സക്സസ്ഫുള്ളായി അതിൻ്റെ 3 ബ്രാഞ്ചൊക്കെ ആയിട്ട് അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഓൺടർപ്രണർ. വനിതാ ലോക അവാർഡ്, അതുപോലെ തന്നെ വേൾഡ് മെമ്പർഷിപ്പ് ഒക്കെ ലഭിച്ച നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് വുമൻസ് ഇന്നോവേഷൻ്റെ ഓണറായ ശ്യാമളാദേവി മാമാണ്. മാം, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ 38 വർഷമായി ഒരു സലൂൺ നടത്തിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. പ്രത്യേകിച്ച് ഈ ഒരു കറണ്ട് ജനറേഷനിൽ ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടീനേജേഴ്സൊക്കെ ഓപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ മേക്കപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക, സലൂൺ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, അവരുടെ കരിയർ ഓപ്ഷനാണ്. അപ്പോഴും മാം ഇത്രയും പണ്ട് തുടങ്ങിയ ഒരു സലൂൺ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ രഹസ്യം എന്താ? എൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഞാൻ എല്ലാ കോഴ്സുകളും അറ്റൻഡ് ചെയ്യും. ഞാൻ എല്ലാ കോഴ്സുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഷനാസ് ഹുസൈൻ്റെ ഡിപ്ലോമ എടുത്തു. അതിനുശേഷം പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹെയർ സെക്ഷനിലെ നജ്മ ഹുസൈൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് അമീഷയുടെ ആറ്റിറ്റ്യൂഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് മേക്കപ്പ് ക്ലാസ് അവിടെ പോയി പഠിച്ചു, ബോംബെയിൽ. അങ്ങനെ എനിക്ക് കിട്ടാവുന്ന എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ പുതിയ പുതിയ തലമുറ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമല്ലോ, അതിന് അഡ്വാൻസ്ഡ് കോഴ്സുകളെല്ലാം ഞാൻ ചെയ്യും. പിന്നെ ഏറ്റവും ഞാൻ സക്സസ് ആയത് രാഹുൽ ഭട്ടയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും എല്ലാ വർഷവും ക്ലാസ്സിന് പോകും. ഫുൾ ട്രീറ്റ്മെൻറ്റ്സും അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അതൊരു വലിയ കാര്യമായിട്ട്. കാര്യം ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡും ഒക്കെ ഫോളോ ചെയ്യാന്ന് പറയുന്നത്. സാറാണ് ആദ്യമായിട്ട് നമ്മളെ അനാട്ടമി കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടാണ് നമ്മളെ ഫുൾ ട്രീറ്റ്മെൻറ്റ്സും പഠിപ്പിച്ചത്. ഇപ്പം സാധാരണ ഒരു പാർലറിലെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഫേഷ്യൽ ചെയ്യുന്നു, പെഡിക്യൂർ ചെയ്യുന്നു, മാനിക്യൂർ ചെയ്യുന്നു. പക്ഷേ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഏത് സ്കിൻ ടൈപ്പ് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് അവർക്കിങ്ങനെ പോഴ്സ് ഓപ്പണായി വന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ നോളജ് കിട്ടിയത് രാഹുൽ ഭട്ട സാറിൻ്റെ അടുത്ത് പോയി പഠിച്ചതിന് മഹാരാഷ്ട്രയിൽ പോയി. എല്ലാ വർഷവും ക്ലാസ് ഉണ്ട്. കൊറോണയ്ക്ക് ശേഷം 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ സൂം മീറ്റിംഗ് ഉണ്ട്. സാറ് പുതിയ ഏത് പ്രോഡക്റ്റ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും
ഉടനെ ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് വെക്കും. അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഡെയിലി എന്താണ് ഇപ്പം നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അതാണ് അപ്പോൾ ആ രഹസ്യം ഇത്രയും വർഷമായിട്ടും സക്സസ്ഫുൾ ആയിട്ട് പോകാൻ കഴിയുന്നതിൻ്റെ. എനിക്ക് ആദ്യം ഇത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാതുകൊണ്ട് ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് ഒരു 38 ഇയേഴ്സ് ബിഫോർ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ആ ഒരു ടൈമിലും ഈ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ അത്രയും ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അപ്പോഴും ഇത് ചൂസ് ചെയ്യാനുണ്ടായ ഒരു കാരണമൊക്കെ എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് തൊട്ടേ എനിക്ക് ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ റൂമിൽ വരും, ഞാൻ അവർക്ക് കണ്ണെഴുതി അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. എനിക്ക് ആ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ബ്യൂട്ടി പാർലറൊന്നും ഇല്ലല്ലോ. കുറേ വർഷങ്ങളിലും പിള്ളേരെല്ലാം സ്കൂളിലും പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഇതൊന്നും. അപ്പോൾ എനിക്ക് ആ സമയത്ത് വനിതയിലൊക്കെ ഷനാസ് ഹുസൈനെ പറ്റിയൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കണ്ട് അതുപോലെ അങ്ങ് പഠിച്ചു. ഷനാസ് ഹുസൈൻ്റെ അടുക്കെ പോയി പഠിച്ചു. അങ്ങനെ ഡിപ്ലോമ എടുത്തു. അതുകൊണ്ടും ആയില്ല. പിന്നെയാണ് ഹെയറിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റ്സ് പഠിക്കാൻ, പിന്നെ മേക്കപ്പ് ആണെങ്കിൽ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഓരോന്നിനും ബോംബെയിൽ പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് ഇത്രയും വർഷമായിട്ട് എനിക്ക് നന്നായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നു. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടാണല്ലോ പോയി തുടങ്ങി. അപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ? ഹസ്ബൻഡിന് നല്ല സപ്പോർട്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ഈ ദൂരെയൊക്കെ ഈ പറഞ്ഞ ബോംബെയിലൊക്കെ പോയി പഠിക്കുമ്പോൾ അപ്പം കുറേ പ്രഷേഴ്സ് ഉണ്ടാവുമല്ലോ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്നത്. അമ്മയുണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് സപ്പോർട്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ വുമൻസ് എന്ന് പേരിടണം എന്നൊരു ഐഡിയ വന്നത് എങ്ങനെയാണ്? വിമൻസ് ഇൻ്റർനാഷണൽ ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഷാനാസിൻ്റെ പാർലറിൻ്റെ പേര്. അപ്പം എനിക്കും വിമൻസ് എന്ന് തുടങ്ങണമെന്നുള്ള ഇത്. അന്ന് ഞാൻ സ്റ്റാർട്ടിങ് ഷാനാസ് ബ്യൂട്ടി ക്ലിനിക്ക് എന്നായിരുന്നു, വിമൻസ് ഷാനാസ്. പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ പോയപ്പോഴത്തേക്ക് ഇന്നോവേഷൻസാണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പോഴത്തേക്കും വിമൻസ് ഇന്നോവേഷൻസ് ആക്കി. ഓക്കെ, മാമിൻ്റെ ഈ ഒരു സലൂൺ വരുന്നത് ആലപ്പുഴയിലാണ്. ഞാൻ അത് അത്രയും മെൻഷൻ ചെയ്തില്ല ആദ്യം. നമുക്ക് 3 ബ്രാഞ്ചസ് ആണുള്ളത് അല്ലേ? ആലപ്പുഴ, അമ്പലപ്പുഴ, മണ്ണഞ്ചേരി, 3 സ്ഥലങ്ങളിലായിട്ടാണുള്ളത്. അപ്പോൾ ആലപ്പുഴയിലാണ് തോന്നുന്നല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? അതെ. എത്ര വർഷത്തിന് ശേഷമാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്? സെക്കൻഡ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 15 വർഷമായിട്ടുള്ളൂ. 15 വർഷമായി. ഓക്കെ, 15 വർഷം ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് പറയുന്നത്. 15 വർഷമായി 3 സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ടാവും മാമിൻ്റെ അണ്ടറിൽ അപ്പോൾ? എല്ലാം കൂടെ ഒരു 36 സ്റ്റാഫുണ്ട്. 36 സ്റ്റാഫിൻ്റെ അടുത്തുണ്ട്, 3 അടുത്തും കൂടെ. മാമല്ല ഇതെല്ലാം നോക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നതും എല്ലാം? മോക്ക് ഇൻട്രസ്റ്റ് ആണ്. മോള് ഒരു പാർലർ നോക്കും, ഒരു ഇളയ മോള് വേറെ അമ്പലപ്പുഴയിലെ പാർലർ നോക്കും. അങ്ങനെ എല്ലാവരും കൂടെ 2 പേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ, പക്ഷെ എന്നാലും എൻ്റെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മാം തന്നെയായിരിക്കും. ഓക്കെ, ഈ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെയായിരുന്നു? ചെറിയ രീതിയിലാണ്. അതിൻ്റെ ആ ഒരു ജേർണി ഒന്ന് പറയുക. ആ ഒരു ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പം ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുന്നത്? ഞാൻ സ്റ്റാർട്ടിങ് ഒരു സ്റ്റാഫേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പം അന്നൊന്നും അങ്ങനെ അധികം കസ്റ്റമേഴ്സും ഇല്ലല്ലോ, ആർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. ഐബ്രോസ് എടുക്കുക അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 1 ഇയർ ആയപ്പോഴത്തേക്കും കുറേശ്ശെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ഈ പഠിച്ചതൊന്നും പോരാ എന്നുള്ള തോന്നലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കാൻ പോകും. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കൊല്ലമായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഈ വരുന്ന പുതിയ സ്റ്റാഫുകൾക്കൊക്കെ ഇപ്പം നമ്മുടെ സലൂൺ ഒരു പ്രത്യേക രീതി ഉണ്ടാവില്ല, ഓരോ സലൂണിനും ഓരോ രീതിയിലാണ്. അപ്പൊ അവർക്ക് ആ ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് അവരൊരു 2-3 മന്ത്സ് അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുക്കും. അവർ എവിടെ പഠിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാലും നമ്മളുടെ രീതിയിലാക്കി എടുത്തിട്ട് ഞാൻ കസ്റ്റമറിനെ കൊടുക്കാറുള്ളൂ. അത്രയും ഒരു 2-3 മന്ത്സ് മാം തന്നെയാണോ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്? അതെ, നമ്മുടെ സീനിയർ സ്റ്റാഫും ഉണ്ടല്ലോ, അവർ ചെയ്യുന്നത് നോക്കി പഠിക്കും. പിന്നെ ഞാനത് നോക്കിക്കുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് പോയി അവരുടെ. പിന്നെ എന്നിൽ തന്നെ അവർ ചെയ്ത് നോക്കിക്കും. കാര്യം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണമല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് മാം തന്നെ ഒരു ട്രയലൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്റ്റാഫിനെ പോലും എടുക്കുന്നത്. ഓക്കെ, അടിപൊളി. നമുക്ക് അവിടെ സലൂണിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന എന്ത് ട്രീറ്റ്മെന്റിനാണ്? കൂടുതലും ഫേഷ്യലിന്റെ സെക്ഷനാണ്. ഫേഷ്യൽ സെക്ഷൻ, പിന്നെ പിമ്പിൾസിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ ഇപ്പൊ ആന്റി ഏജിങ് ആണല്ലോ ഏറ്റവും പ്രധാനം. 40 കഴിയുമ്പോൾ തന്നെ കാര്യം ഇപ്പം ഓക്സിഡേഷൻ കൊണ്ടാണ് കൂടുതൽ ഡാമേജ് സെല്ലുകൾക്ക് വരുന്നത്. സെൽ ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക്, അതായത് അൺസ്റ്റേബിളായിട്ടുള്ള മോളിക്യൂൾസ്
ഉണ്ടാകുമ്പോഴത്തേക്ക് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നതാണ് ഈ പിന്നെ ഈ ഡാമേജ് ആയിട്ടുള്ള സെല്ലുകൾ, അത് ഹെൽത്തി സെല്ലുകളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ സെല്ലിന് ഡാമേജ് വരും. അപ്പോഴാണ് ഏജിങ് പ്രോസസ്സ് തുടങ്ങുന്നത്. കാര്യം പിഗ്മെൻറ്റേഷൻ തുടങ്ങും, റിങ്കിൾസ് തുടങ്ങും, പിന്നെ എക്സ്പ്രഷൻ ലൈൻസ് വരും. ഈ സെല്ല് നല്ല ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും. ഇച്ചിരി ചൂട് തട്ടിയാൽ മതി, അപ്പോൾ തന്നെ മെലാനിൻ പുറത്തോട്ട് വരും. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ആകും, ഡിറ്റാൻ, അങ്ങനെ ആൻറ്റിറ്റാൻ, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ടാനിങ് ആകും, അങ്ങനെയൊക്കെ പ്രോബ്ലംസ്. അപ്പോൾ ഈ മെലാനിൻ ഹെയ്റ്റ്സ് വാട്ടർ എന്നാണ്. ചൂട് കണ്ടാൽ ഇത് പുറത്തോട്ട് വരും, അസമയം തണുപ്പ് വന്നാൽ അത് അകത്തോട്ട് പോകും. ഓക്കെ. ഓ ആൻറ്റി ഇത്രയും പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പറയുന്നത്. ഈ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ ഇഷ്ടംപോലെ പേര് വരാറുണ്ട്. ഉണ്ട്. പിന്നെ ഇവർ മെയിനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് കഴിക്കണം. ആൻറ്റി ഓക്സിഡൻസ് കഴിച്ചില്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. നമ്മൾ എന്തൊക്കെയാണ് അങ്ങനെ കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ്? ഇപ്പം ഗ്ലൂട്ടോത്തയോണൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ബി കോംപ്ലക്സ് രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് വൈറ്റമിൻ സി, നൈറ്റിൽ വൈറ്റമിൻ ഇ. സെൽ ഗ്രോത്ത് നടക്കുന്നത് നൈറ്റിലാണ്, ആ സമയത്ത് വൈറ്റമിൻ ഇ. പക്ഷേ ഇത് ഈ വൈറ്റമിൻ ഇ റീപ്രൊഡക്ഷനെ ബാധിക്കുന്നത് കൊണ്ട് വൈറ്റമിൻ ഇ ഒരു 40 കഴിക്കാവൂ എന്നുള്ളതാണ് റെഗുലറായിട്ട്. 40 ഏജ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ റെഗുലറായിട്ട്. നമ്മളത് കൂടാതെ തന്നെ ഒരുപാട് സ്കിൻ കെയറുകളും ചെയ്യണ്ടേ? അതെന്തൊക്കെ സ്കിൻ കെയർ ടിപ്സ് ആണ് ചെയ്യേണ്ടത്? ആൻറ്റി ഏജിങ് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആൻറ്റി ഏജിങ് ഇതിനു വേണ്ടി വൈറ്റമിൻ സി ആണ്. വെച്ചാൽ നമ്മുടെ മസിൽസിൻ്റെ സപ്പോർട്ട് കുറയുമ്പോഴാണ് നമുക്ക് സാഗിങ് വരുന്നത്. ഇപ്പോൾ ഈ മസിലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൊളാജൻ വേണം. കൊളാജൻ ഉണ്ടാകണമെങ്കിൽ വൈറ്റമിൻ സി കഴിക്കണം. വൈറ്റമിൻ സി ആവശ്യമാണ്. പിന്നെ നൈറ്റ് ടൈമിൽ ആൽമണ്ട് ഓയിൽ, വൈറ്റമിൻ സി സിറം, അലോവേറ ജെൽ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നൈറ്റിലിടുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ സെൽ ഡിവിഷനും സെൽ ഗ്രോത്ത് ഒക്കെ നടക്കുന്ന സമയമല്ലേ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇതല്ലാതെ നമുക്ക് ഫേഷ്യൽസിലൊക്കെ തന്നെ ആണെങ്കിലും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിലല്ലേ ഇപ്പം ഡ്രൈ സ്കിന്നാണ്, അവർക്ക് ഗോൾഡ് ഫേഷ്യൽ കുഴപ്പമില്ല, നല്ലതാണ്. അതേസമയം ഒരു ഓയിലി സ്കിന്നായിട്ടുള്ളവർ ഗോൾഡ് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് ഒത്തിരി വരും. കാര്യം ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക്, ഹൈ മെറ്റാലിക്കാണ്. അപ്പോൾ ബോഡി ഹീറ്റ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പിമ്പിൾസ് വരും. അപ്പം അതാണ് നമ്മൾ കുറച്ച് അനാട്ടമി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന സ്കിന്നിന് ഇന്നത് ചെയ്യാം, അങ്ങനെ അറിയാം. നമ്മളിപ്പോൾ നോർമലി കണ്ടുവരുന്നതാണ്, ഇപ്പം ഒരു ബ്രൈഡ് അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നേരെ എനിക്കൊരു ഗോൾഡൻ ഫേഷ്യൽ, അത് നമ്മുടെ സ്കിന്നിന് പറ്റുന്നതാണോ എന്ന് പോലും നോക്കത്തില്ല. അങ്ങനെ പലരും വന്നിട്ടുണ്ട്, ഗോൾഡ് ഫേഷ്യൽ ചെയ്ത് കുരു വന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി അവർക്ക് ഒരിക്കലും ഗോൾഡ് ചെയ്യാൻ പാടില്ല, പേൾ ആ ടൈപ്പൊക്കെ ചെയ്യാം. കാര്യം പേൾ കൂളിംഗ് ആണ്, അപ്പം അങ്ങനത്തെ അവർക്ക് പാടുള്ളൂ. ഓക്കെ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ഏത് ഫേഷ്യൽ ആയിരിക്കും പറ്റുക? ഇപ്പം അശ്വഗന്ധ എന്നും പറഞ്ഞൊരു ഫേഷ്യൽ ഇറങ്ങിയിട്ടുണ്ട് വേദിക്കിൻ്റെ, ഭയങ്കര നല്ലതാണ്, നല്ല റിസൾട്ടാണ്, ഒരു സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ കൊറിയൻ ഫേഷ്യലുണ്ട് നല്ലത്, ബ്രൈഡലിനൊക്കെ പറ്റിയതും. കൊറിയൻ ഫേഷ്യൽസ് ഒക്കെ അപ്പം നമ്മുടെ സലൂണിലുണ്ട്. ഞാനത് ഇമ്പോർട്ടഡ് ആണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പം നോർമലി എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്, എത്ര ഡേയ്സിലാണ് റിസൾട്ട് ഉണ്ടാവുക? ഇപ്പോൾ പല സലൂൺസിലും പല രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഒരു വെഡിങ് ഡേക്ക് ആണെങ്കിൽ ഇത്ര ഒരു 3 ഡേയ്സിന് മുന്നേ ചെയ്യണം, ചിലപ്പോൾ 1 വീക്കിന് മുന്നേ ചെയ്യണം. ശരിക്കും എങ്ങനെയാണ്? ആക്ച്വലി ഇപ്പം പിമ്പിൾസ് ഉള്ള ഒരാളാണ് ഫേഷ്യൽ ചെയ്യുന്നു, അപ്പം നമ്മൾ നാച്ചുറലി ആ കംപ്ലീറ്റ് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രാച്ച് പോലുള്ളത് 2 ഡേയ്സ് കഴിയുമ്പോഴൊക്കെ തെളിഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ 2-3 ഡേയ്സ് ബിഫോർ ചെയ്യാൻ പറയുന്നത്. ഒന്ന് സ്കിന്നിൽ ഒരു റെഡ് കളർ വരും, അതൊക്കെ കൊണ്ടാണ്. റിസൾട്ട് സഡനാണ്, ഇപ്പോഴത്തെ ഫേഷ്യലുകൾക്കൊക്കെ സഡൻ റിസൾട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ 2 ഡേയ്സ് ബിഫോർ ചെയ്യണം, അല്ലെങ്കിൽ 3 ഡേയ്സ്. ഇപ്പം ഹൈഡ്രയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു 2 വീക്സ് ബിഫോർ ചെയ്യാം. കാര്യം സക്കിങ് ആണ്, അപ്പം കൂടുതൽ സ്കിന്നിങ്ങനെ ചുമന്ന് വരാൻ സാധ്യത. അപ്പം ബ്രൈഡിനൊന്നും അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഞാൻ ഈ ഫേഷ്യൽസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ മേം പറഞ്ഞപ്പോഴാണ് ഞാനും പെട്ടെന്ന് ഓർക്കുന്നത് ഹൈഡ്ര ഫേഷ്യൽ. പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയി, എല്ലായിടത്തും ഭയങ്കര ഡിസ്കഷനായി മാറിയ ഒരു കാര്യമാണ് ഈ ഹൈഡ്ര ഫേഷ്യൽ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ശരിക്കും? അതെന്ന് വെച്ചാൽ ഇത് വാക്യൂമാണ്, വാട്ടർ വാക്യൂം. കാര്യം ഉള്ള ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് അത് വാക്യൂം ചെയ്ത്
പോവുകയാണ്. അത് നമ്മൾ 2 വെസൽസ് പോലെ അതിൽ ആ ഒരു ബോട്ടിലോട്ട് ഇത് നമുക്കറിയാം ഡെഡ് സെൽസിൻ്റെ ആ ഇത് വീഴുന്നത്. അപ്പോൾ അതാണ് അപ്പം നമുക്ക് ഇന്ന ഏജ് കാറ്റഗറിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിന് പ്രോഡക്റ്റ് മാറ്റി ഇട്ടാൽ മതി. ഓയിലി സ്കിന്നിന് വേറെ, ഡ്രൈ സ്കിന്നിന് വേറെ. ശരിക്കും ഒരു ഏത് ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഫേഷ്യൽ അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ പ്രിഫർ ചെയ്യുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് ഈ ഒരു 12 years ആകുമ്പോൾ തൊട്ടേ കുട്ടികൾ ക്ലീനപ്പ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സെബം പ്രൊഡക്ഷൻ വരുന്ന സമയമാണ്. സെബം പ്രൊഡക്ഷൻ വരുമ്പോൾ കുറേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരും. അത് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ആ പസ് ഇരുന്നിട്ട് സൈഡിലുള്ള എല്ലാ സെല്ലുകളെയും ഡാമേജ് ആക്കും. അതാണ് ചിലർക്കൊക്കെ കണ്ടില്ലേ നിറയെ ഓപ്പൺ പോർട്സ് വരുന്നത്. ഈ സെല്ല് ഇതിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 12 years ആകുമ്പോഴത്തെ ഫേഷ്യലല്ല, ക്ലീനപ്പ് ചെയ്യണം. അത് നല്ലതാണ്. പിന്നെ ഒരു 18 years ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഫേഷ്യലൊക്കെ നന്നായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ മസ്റ്റായിട്ടും ആഫ്റ്റർ 40 മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഡാമേജും വരുന്ന സമയമാണത്. ഓക്കെ. പക്ഷേ ശരിക്കും ഒരു ആഫ്റ്റർ 40 കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് മടിയൊക്കെ ഇനിയിപ്പോൾ എനിക്ക് എന്തിനാ എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നത്. ഇപ്പം അതൊക്കെ മാറിയല്ലേ? എല്ലാവരും വരുന്നുണ്ടല്ലേ? ശരിക്കും അവിടെ നമ്മുടെ സലൂണിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏജ് കാറ്റഗറി ഏതായിരിക്കും? ആഫ്റ്റർ 40 തന്നെയാണ് വരുന്നത്. ഓക്കെ. ഈ ഫേസിലുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലാതെ ബാക്കി പെഡിക്യൂർ, മാനിക്യൂർ അല്ലെങ്കിൽ ഹെയർ കെയർ അതിലൊക്കെ എങ്ങനെയാണ്? പെഡിക്യൂർ, മാനിക്യൂർ അതൊക്കെ ഇപ്പം ചെയ്തേ പറ്റുള്ളല്ലോ. എല്ലാവരും ഫേസിനേക്കാൾ ശ്രദ്ധിക്കുന്നത് കാര്യം കഴിയൊക്കെ. പെഡിക്യൂറൊക്കെ ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ ഫേഷ്യലിനേക്കാൾ കൂടുതൽ വരുന്നത് പെഡിക്യൂറാണ്. പിന്നെ ഹെയർ സ്പാ, ഹെയറിന് വേണ്ടിയിട്ട് ഒരു ദിവസം ശരിക്കും ഇപ്പം ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ക്ലയൻസ് ഇങ്ങനെ ഫേഷ്യലിനൊക്കെ വേണ്ടി വരുന്നതുണ്ടാവും? എങ്ങനെയായാലും ഒരു 30-40 ആൾക്കാരുണ്ടാവും. ഒരു 40 കസ്റ്റമേഴ്സ് പെർ ഡേ ഒരു ബ്രാഞ്ചിൽ വരുന്ന ഒരു സലൂൺ നടത്തുന്ന ആളാണ്. ഒരു ചെറിയ സംഭവമേ അല്ല. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സലൂണും നമുക്കൊരു 1 kilometer കാണാം ഒരു 2 സലൂൺ ഉണ്ടാവും. ഇപ്പം അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിലും ഇത്രയും കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സർവീസിന്റെ ഗുണം തന്നെയായിരിക്കും. റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ടാവും, കുറേ വർഷങ്ങളായിട്ട്. അവിടെ കല്യാണം കഴിഞ്ഞ് ദൂരെ പോയ പിള്ളേർ പോലും തിരിച്ച് ആലപ്പുഴയിൽ വന്നാൽ എൻ്റെ അടുക്ക വന്നിട്ടേ പോകുള്ളൂ. ഓക്കെ. ഈ ട്രെൻഡ് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂടാതെ സലൂണിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താറുള്ളത്? സലൂണിൽ മോഡേൺ എക്യുപ്മെന്റ്സും കുറേ മാറി വരുമല്ലോ. അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ മോഡേൺ എക്യുപ്മെന്റ്സ് നമ്മൾ എപ്പോഴും എടുത്തിട്ടുണ്ട്. അതെ. ഓക്കെ. അത് വലിയ കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പം ഓൾറെഡി പഴയ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. പുതിയ മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഹെഡ് സ്റ്റീമർ പോലും വ്യത്യാസമുണ്ട്. ഓസോണും കൂടെ ചേർന്ന് നല്ല ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെയൊക്കെ എക്യുപ്മെന്റ്സാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് എമൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാറില്ലേ? അതിനും മെയിൻ്റെനൻസും ഭയങ്കര കോസ്റ്റ്ലി ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പുതിയ മെഷീൻസ് ഒക്കെ വരുന്ന സമയത്ത് പഴയത് പിന്നെ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, പിന്നെ കളയേണ്ടി വരും. അല്ലേ പിന്നെ അവിടെ നിന്ന് അറിയത്തില്ലേ, അത് ഒരുപാട് സാധനങ്ങളാവുമല്ലോ. ഓക്കെ. ഈ പുതിയൊരു മെഷീൻ ഇല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ അറിയാമായിരിക്കുമല്ലോ. വലിയൊരു മെഷീനാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഉറപ്പായിട്ട് ഒരാൾ നമ്മളെ കൂടെ വന്ന് എല്ലാം കാണിച്ചു തരും. അത് നമ്മൾ എല്ലാ സ്റ്റാഫും അത് പഠിച്ചിട്ട് തന്നെയാണ് മെയിനായിട്ട് ഒരു സ്റ്റാഫിനെ കാണിച്ചിരിക്കും ഞാനും. അവരാണ് പിന്നെ ബാക്കിയുള്ളവരെ. പിന്നെ കൂടുതലും 18, 15, 16 ഒക്കെ വർഷമായിട്ടുള്ളവരുണ്ട്. ഓക്കെ. അത്ര ഒരുപാട് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. ഇത്രയും വർഷമായിട്ടൊക്കെ ഉള്ളവരുണ്ട് അല്ലേ? ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് എത്ര വർഷമായിട്ടുണ്ടാവും മാമിൻ്റെ കൂടെ കൂടിയിട്ട്? ഈ വന്ന കുട്ടി 20 വർഷമൊക്കെ കഴിഞ്ഞു. 20 വർഷമായിട്ടുണ്ട്. അയ്യോ, അടിപൊളി. ഇപ്പോഴും മാമിനോട് ഇൻ്റർവ്യൂവിന് മാമിനായിട്ട് വന്നത് പോലും മാമിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് എന്ന് പറയുന്നില്ല, മാമിന് ഏറ്റവും അത്രയും ഇഷ്ടപ്പെട്ടൊരു ചേച്ചിയാണ്. ആ ചേച്ചി 20 വർഷമായിട്ട് മാമിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷം ഒരു സ്റ്റാഫ് ഇതുപോലെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാം ട്രീറ്റ് ചെയ്യുന്ന രീതി മനസ്സിലാവും. പിന്നെ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം കേട്ടോ, ഭയങ്കര കാമൻ കൊയ്റ്റായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ മാം? ശരിക്കും ദേഷ്യപ്പെടുകയൊന്നുമില്ല? ഭയങ്കര പാവം ചില സമയത്ത് വരാറുണ്ട്. കാര്യം കസ്റ്റമറിനെ കെയർ ചെയ്യുന്നത് ശരിയായില്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. കാര്യം
അവരെ പ്രോപ്പർ ടൈമിൽ ചെയ്ത് വിട്ടില്ല, അല്ലെങ്കിൽ പാക്ക് ഉണങ്ങി, അങ്ങനെ ഒരു കംപ്ലൈൻറ്റും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വേറെ തന്നെയാണ് ദേഷ്യപ്പെടും. അപ്പം നമ്മൾ ആൾ മാറും പെട്ടെന്ന്. ഈ ആളല്ല, ഈ ചിരിക്കുന്ന പാവ ആളല്ല, നേരെ കുറച്ച് പ്രൊഫഷണലായിട്ട് മാറും. ഞാനിപ്പം ഗ്ലൂട്ടാത്തയോൺ ഇപ്പം കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഗ്ലൂട്ടാത്തോൺ IVs അല്ലെങ്കിൽ സാഷേ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണോ അങ്ങനെ എടുക്കുന്നത്? ഈ സാറ് ഇറക്കിയിട്ടുള്ള ഗ്ലൂട്ടോത്തയോൺ വളരെ നല്ലതാണ്. പക്ഷേ സാറും പറയുന്നുണ്ട് ഒരു 6 months കൂടുതൽ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കരുത്, ഗ്യാപ്പിട്ട് വേണം ഉപയോഗിക്കാൻ, യൂസ് ചെയ്യാൻ. അത് ഈ ടാബ്ലറ്റ് ഡിസോൾവിംഗ് ടാബ്ലറ്റ് ആണോ? ക്യാപ്സൂൾ പോലെ. ഓക്കെ. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതപ്പം നമ്മുടെ സ്കിൻ ഡാമേജ് ഒക്കെ കൺട്രോൾ ചെയ്യും. എന്തൊക്കെയാണ് ശരിക്കും ഗ്ലൂട്ടാത്തോണിന്റെ ബെനിഫിറ്റ്സ് ആണ്? ഗ്ലൂട്ടത്തയോൺ ഞാൻ പറഞ്ഞില്ല, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതിന് കുറച്ച് വൈറ്റനിങ് എഫക്റ്റ് ഉണ്ട്, കുറച്ച് പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളതൊക്കെ കുറയും, കളർ വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. എൻ്റെ ഈ സ്കിന്ന് ഭയങ്കര ഓപ്പൺ പോഴ്സ് ഉള്ളതാ. അപ്പം ഞാൻ പല സ്ഥലത്തും ട്രീറ്റ്മെന്റിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഓപ്പൺ പോഴ്സിന് അങ്ങനെ കാര്യമായ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് മിക്കവാറും പറയല്. അല്ലെങ്കിൽ ഐസ് വെക്കുക, അല്ലെങ്കിൽ മൈക്രോഡെർമാബ്രേഷൻ ചെയ്യണം. മൈക്രോഡെർമാബ്രേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു 10-15 days ഗ്യാപ്പ് ഇട്ടിട്ട് കണ്ടിന്യൂസ് 8 times ചെയ്യണം. പിന്നെ ഒരു മൃഗാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഡക്റ്റ് സാറിനുണ്ട്, അത് നമ്മുടെ ഡെയിലി ഇട്ട് പോളിഷ് ചെയ്യണം. അപ്പോൾ പോഴ്സ് അടഞ്ഞു വരും, മാറി വരും അല്ലേ? ഓക്കെ. ആ ട്രീറ്റ്മെൻറ്റ് ശരിക്കും എന്താ പ്രോസസ്സ്, എന്താ അതിൻ്റെ? മൈക്രോഡെർമാബ്രേഷൻ അതിന് കുറച്ച് പ്രോഡക്റ്റ് അതിൻ്റേതായിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഡെർമാബ്രേഷൻ മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ. പോളിഷിംഗ് ആണ് കുറച്ച്. ഞാനിപ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ള വരുന്നവർ ഇങ്ങനെ പോഴ്സ് ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ ഫേഷ്യലിൻ്റെ കൂടെ ചെറുതായിട്ട് അതും കൂടെ അങ്ങ് ചേർക്കും, എങ്കിലേ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ഈ വരുന്ന ഇപ്പം കസ്റ്റമേഴ്സിനൊക്കെ അവരിപ്പോൾ ചിലപ്പോൾ മനസ്സിൽ ഇന്നത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തായിരിക്കുമല്ലോ വരുന്നത്. അപ്പം മെയിൻ സജഷൻ കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതെ. ചിലപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറയും പേൾ ഫേഷ്യൽ മതി. പേൾ ഫേഷ്യൽ സ്കിന്നിനെ ഓയിലിനെ റെഡ്യൂസ് ചെയ്യുന്നത്. ഇവർ വന്ന് പേൾ ഫേഷ്യൽ ചെയ്യണം, ഇവരുടെ ഒന്നുകിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇരട്ടിയായിട്ട് ഡ്രൈ ആയി. അപ്പം ഞാനത് പറയും, ഒരിക്കലും പേൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതിന് ഡ്രൈ സ്കിന്നിനുള്ള വേറെ ഒരുപാട് ഫേഷ്യലുകളുണ്ട്, അതിലേതെങ്കിലും സജസ്റ്റ് ചെയ്യും. പിന്നെ ചിലതൊക്കെ ചേർത്ത് ചെയ്യേണ്ടി വരും. ചിലർക്ക് നല്ല കളറായിരിക്കും, ചിലർക്ക് ഭയങ്കര ടാൻഡ് ആയിരിക്കും. അപ്പം ഞാൻ അതിനകത്ത് എക്സ്ട്രാ ഡീറ്റാനൊക്കെ ചേർത്ത് അവർക്കൊരു ഗ്ലോ വരാൻ ഫേഷ്യൽ പ്ലസ് ഡീറ്റാൻ ആ രീതിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. കമ്മിങ് ടു മേക്കപ്പ് സെക്ഷൻ, അതാണല്ലോ ഇപ്പം കുറച്ചും കൂടെ സംസാരിക്കേണ്ട ഒരു വിഷയം. മേക്കപ്പിൽ തന്നെ ഇപ്പോൾ എയർ ബ്രഷ്, HD, ഗ്ലാസ് സ്കിൻ അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രൈഡിന് കല്യാണമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടതിൽ ഏത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. ശരിക്കും ഈ മേക്കപ്പിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത്? ആദ്യകാലത്തൊക്കെ ക്രൈലോൺ, മാക്ക് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം നാഴ്സാണ്. അത് ഇമ്പോർട്ടൻ്റാണ്, അത് നല്ല എഫക്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല മോയ്സ്ചറൈസർ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് വരും. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പ്രൈമർ യൂസ് ചെയ്യുക, നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഒരു ബ്രൈഡ് വരുമ്പം അവർ മേക്കപ്പ് ചെയ്യുന്നത് ആൻറ്റി ആണോ അതോ? ഫേസ് ചെയ്യുന്നത് ഞാനായിരിക്കും. പിന്നെ ഹെയറിൻ്റെ ഒക്കെ ഫ്രണ്ട് എടുത്ത് കൊടുക്കും, ബാക്കിയൊക്കെ സ്റ്റാഫ് ചെയ്യും. ഫേസ് ഇപ്പോഴും ചെയ്യുന്ന ആൻറ്റി തന്നെയാണ് അല്ലേ? നമുക്കിപ്പോൾ ഈ കറണ്ട് ട്രെൻഡ് മാറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വരുന്ന മേക്കപ്പ് ഏതെങ്കിലും വരെയാണ് വരുന്നത്? ഇങ്ങനെ ഗ്ലാസ് സ്കിൻ, HD അതും HD വരുന്ന എയർ ബ്രഷ്. കാര്യം എയർ ബ്രഷ് മേക്കപ്പ് ചെയ്താൽ നല്ല ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ പോഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കല്ലേ. പക്ഷെ എയർ ബ്രഷ് ആകുമ്പോൾ അത് ഡയറക്റ്റ് പോഴ്സിലോട്ടാണ് പോകുന്നത്, അതങ്ങ് ക്ലോസ് ആയി കിട്ടും. പിന്നെ മേക്കപ്പ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ വാഷ് ചെയ്യുന്നവരെ അത് അവിടെ ഉണ്ടാവും. എനിക്ക് എയർ ബ്രഷാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാണ് മാം സജസ്റ്റ് ചെയ്യുന്ന ഒരു മേക്കപ്പ് എയർ ബ്രഷ് ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ. ഈ മേക്കപ്പിൽ തന്നെ ഒരുപാട് ട്രെൻഡ്സ് മാറി വരുന്ന അനുസരിച്ചിട്ട് കുറേ കൺഫ്യൂഷൻസും ആൾക്കാർക്ക് ഉണ്ടാവില്ല. എൻ്റെ സ്കിൻ ഓയിലിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ചോദിക്കാം, ഓയിലി സ്കിൻ ഒരാൾക്ക് ഏത് മേക്കപ്പ് ആയിരിക്കും മാം പ്രിഫർ ചെയ്യുന്നത്? ഞാൻ എയർ ബ്രഷ്, ഡ്രൈ സ്കിൻ നമുക്ക് അതിനകത്ത് നമ്മൾ മോയ്സ്ചറൈസറും കൂടെ ആഡ് ചെയ്യും. ഈ എയർ ബ്രഷിൻ്റെ മെഷീനകത്ത് അതിനകത്ത് മോയ്സ്ചറൈസറും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക്
അത് കറക്റ്റ് നോർമൽ സ്കിന്നിലോട്ട് വരും. അതേസമയം നമ്മൾ ഓയിലി സ്കിന്നാണ്, അതിനകത്ത് കുറേ മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അല്ലെ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒലിച്ച പോലെ ഇരിക്കും, ഭയങ്കര ഓയിലി ആവും. അതാ ഞാൻ ചോദിച്ചേ, ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷെ ഓയിലി സ്കിന്നിന് തീരെ സ്യൂട്ടബിൾ അല്ലാത്ത പോലെ തോന്നാറുണ്ട്. ഓക്കെ. അതുപോലെ ഗ്ലാസ് അത് ഡാർക്കായിട്ടുള്ളവർക്കും ചേരാറില്ല, ഫോട്ടോയിൽ വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നിക്കും. ഓക്കെ. എന്തൊക്കെയാണ് ഒരു ബ്രൈഡ് സ്കിൻ കെയർ ചെയ്യേണ്ടത്? അത് നമ്മൾ നേരത്തെ തുടങ്ങണം. വെച്ചാൽ പിമ്പിൾസ് ഉള്ളവരുണ്ടാവും, ടാൻഡ് ആയിട്ടുള്ളവരുണ്ടാവും, നിറം ഇച്ചിരി കുറവാണ്, അവരൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മൾ ബേസിക് ആയിട്ട് ഒരു ബ്രൈഡ് ചെയ്യേണ്ട ഫേഷ്യൽ ചെയ്യണം, പിന്നെ പെഡിക്യൂർ ചെയ്യണം, പിന്നെ മുടി ഒത്തിരി ഡാമേജ് ആയിട്ട് ഭയങ്കര ഡ്രൈ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ഹെയർ സ്പാ ചെയ്യണം, പിന്നെ അവിടെ ബോഡി പോളിഷ് അതെല്ലാം ചെയ്യുന്നുണ്ട് ബ്രൈഡിന്. ഇപ്പോൾ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ട് ടാൻഡായിട്ട് ഒത്തിരി ഡെഡ് സെൽസ് ഒക്കെ ഉള്ള കൈയൊക്കെ ആണെങ്കിൽ പോളിഷ് ചെയ്യാൻ ഞാൻ പോളിഷ് ചെയ്ത് ചെയ്യും. ഓക്കെ. ആൻറ്റിയുടെ ശരിക്കുള്ള സ്കിൻ കെയർ എന്തൊക്കെയാണ് ഡെയിലി നാച്ചുറലി ചെയ്യുന്ന, ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന എന്തൊക്കെയാണ്? മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യും, അല്ലാതെ ഹോം കെയർ വേറെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു 2 ടിപ്പ്, ഹോം കെയറിന് 2 ടിപ്പ് സന്തൂർ മമ്മിയാണ്. കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആയിരിക്കുമ്പോൾ 38 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾ ഓൾറെഡി 2 പേരുണ്ട്. എനിക്ക് 74 വയസ്സായി. മമ്മൂട്ടിയെ പോലെയാണോ? 74 വയസ്സായി. അതെ. എന്നോട് കുറച്ച് മുന്നേ മാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കറ്റിങ്ങിലെ നമ്മുടെ ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 60-65 വയസ്സുണ്ടാവും എന്ന് തോന്നുന്നു, ചിലപ്പോൾ കുറവായിരിക്കും, ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഇനി എനിക്കത് പറയാം, അത്രേ തോന്നിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടത് പറയാം. ഒരു 10-15 വയസ്സ് കുറവാണ് തോന്നിക്കുന്നത്. 74 വയസ്സായിട്ട് ഭയങ്കര സ്ട്രോങ് ആട്ടോ, അടിപൊളി. എന്താണ് ഈ ഹോം കെയർ ടിപ്പ്? ഞങ്ങളും അറിഞ്ഞിരിക്കട്ടെ, എന്തൊക്കെയാണ് ഹോം കെയർ? കുറേ ചെയ്യാറുണ്ട്, പലതും ചെയ്യാറുണ്ട്, പലതും പരീക്ഷിക്കാറുണ്ട്. ഒരു ടിപ്പ് പറഞ്ഞു തരും? അല്ല, നമ്മുടെ സാറിൻ്റെ തന്നെ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഫേമിങ് ലോഷൻ അങ്ങനത്തെയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നൈറ്റിൽ പറഞ്ഞ പോലെ ആൽമണ്ട് ഓയിൽ, വൈറ്റമിൻ സി ഓയിൽ അതൊക്കെ മിക്സ് ചെയ്തിടും. പിന്നെ കയ്യിലും കാലിലും ആണെങ്കിൽ നമുക്ക് മറ്റേ ഗ്ലിസറിൻ ഇല്ലേ, ഗ്ലിസറിനും ഇവിയോൺ ക്യാപ്സുളും കൂടെ മിക്സ് ചെയ്തിട്ടാൽ കുറച്ച് ഡ്രൈനെസ് ഒക്കെ പോകും, ഒരു ഗ്ലോ വരും. ഓക്കെ. മാം ഇത്രയും ഭയങ്കര ഒരു ബ്യൂട്ടി കോൺഷ്യസും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ചേച്ചി ഒരു മക്കൾ 2 പേരും വളർന്നു വരുന്ന സമയത്ത് ഭയങ്കര കെയറിങ് ആയി കാണുമല്ലോ അവരുടെ അടുത്ത്? അതിന് സമയം കിട്ടിയില്ല, സത്യം പറഞ്ഞു. അവരുടെ കാര്യത്തിൽ എനിക്ക് ശരിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് സ്വന്തമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. കുഴപ്പമില്ല, എന്നാലും അവർക്ക് പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. മാം കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് വുമൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മുന്നേ എന്താ പഠിച്ചിരുന്നത്? കോളേജിൽ ഹിസ്റ്ററി BA ആയിരുന്നു. ഹിസ്റ്ററി ആയിരുന്നു. അപ്പോഴാണ് ഹോസ്റ്റലിൽ 3 വർഷം ഹോസ്റ്റലുണ്ടായിരുന്നപ്പോഴാണ് എനിക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് വന്നത്. പക്ഷെ ഞാൻ നന്നായിട്ട് കണ്ണെഴുതുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ വന്ന് ഇതുപോലെ ഞങ്ങൾക്കൊന്ന് എഴുതി തരും, അങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് അതിനോട്ട് നല്ലൊരു താല്പര്യം വന്നു. ഇപ്പം ഈ പിള്ളേരും എല്ലാം സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ബോറടിയും, പിന്നെ നമുക്ക് ആവശ്യമില്ലേ, പൈസ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഈ BA കൊണ്ട് എന്ത് ചെയ്യാനാന്നൊക്കെ അങ്ങനെ ഇതിലേക്ക് എത്തി. പിന്നെ നമ്മൾ കുറേ പഠിച്ച് ഇത്ര സക്സസ്ഫുൾ ആയി. ഇനിയും പഠിക്കും. അതെ. ഈ ഒരു ഏജും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുക കേട്ടോ, ഇത്രയും വർഷം ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവൂലേ? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ? ഏറ്റവും കൂടുതൽ ഇങ്ങനെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് ബ്രൈഡ് ഒരുപാട് അധികം പാർലറുകളും ഇല്ലല്ലോ, 10-12 ബ്രൈഡൊക്കെ കാണും. ആ സമയത്ത് വെളുപ്പിനെ 3 മണി തൊട്ടൊക്കെ തുടങ്ങും ഞാൻ. അങ്ങനെ ഒരു ലാസ്റ്റത്തെ ബ്രൈഡിനെയൊക്കെ ഒരുക്കി കഴിയുമ്പോൾ തളർന്നു പോകാറുണ്ട്, ഭയങ്കര ടെൻഷനൊക്കെ ആകും. അപ്പം അന്നൊന്നും ഇങ്ങനെ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് പറയും ഇവരെ കൂടെ എടുക്കാവോ. ചിലപ്പോൾ എനിക്കൊരു 7 എണ്ണമൊക്കെ എനിക്ക് താല്പര്യമുള്ളൂ. അതിൽ കഴിഞ്ഞാകുമ്പോൾ ഞാൻ 7 ബ്രൈഡൊക്കെ താല്പര്യം. 7 ബ്രൈഡൊക്കെ ആ സമയത്ത് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്തു? മോള് സപ്പോർട്ടിനുണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്റ്റാഫ് അവരൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത്രയും പേരുടെ ഫേസും പറയുന്നത് ഒരു ബ്രൈഡിന് നോർമലി എത്ര അവേഴ്സ് എടുക്കും?
ഒരു ബ്രൈഡിന് ഞാൻ ഫേസ് മാത്രം ഒരു 3/4 മണിക്കൂർ. 3/4 മണിക്കൂർ. ഓക്കെ. പിന്നെ ബാക്കി സാരി ഉടുപ്പിക്കാൻ വേറെ ആളെ, ഓർണമെന്റ്സ് ഇടാൻ വേറെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പം വുമൻസിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ബ്രൈഡ് വന്നിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര അവേഴ്സ് ആയിരിക്കും? ടോട്ടലി 3 hours പറയും. 3 hours പറയും. ഓക്കെ. നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ടോ? ട്രാവൽ ഒക്കെ ചെയ്യുന്നുണ്ട്? ഓൾ കേരളയും ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ. ഇപ്പം ഇല്ല. ആദ്യമൊക്കെ ഞാൻ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോട്ടയം എല്ലാം പോയി ഒരുക്കിക്കൊണ്ടിരുന്നു, ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് ട്രാവൽ ചെയ്തിട്ടില്ല, നമ്മുടെ ഇവിടെ ഉള്ളത് മതി എന്നുള്ള ഇതാ. അതിലെത്തി നമ്മൾ അവസാന കാര്യം. മേമൺ ട്രാവൽ ചെയ്തെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാഫിനെ മാത്രം വിട്ട് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാറില്ല? ഇതുവരെ ചെയ്തിട്ടില്ല, ഇന്നുവരെയും ചെയ്തിട്ടില്ല. എല്ലാത്തിലും നമ്മുടെ കൈയെടുത്താം അങ്ങനെയാണ്. അപ്പം ഒരു ദിവസം മാക്സിമം ഇപ്പം എത്ര ബ്രൈഡ്സിനെ എടുക്കാറുണ്ട്? അല്ല, ഇപ്പം വളരെ കുറഞ്ഞു. ഈ ഒരു ഇപ്പം എല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്ത് ഇങ്ങനെ, അതുകൊണ്ട് ഇപ്പം ബ്രൈഡ്സ് കുറവാണ്. ബ്രൈഡ്സ് പഴയതുപോലെ ഇല്ല. പക്ഷെ മറ്റേ ട്രീറ്റ്മെൻറ്റും ഫേഷ്യൽ സെക്ഷനും ഒക്കെ, പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ബയോട്ടിൻ, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ വുമൻസ് ഇന്നോവേഷൻ ഒരു സിഗ്നേച്ചർ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ്, എല്ലാ ബെസ്റ്റ് തന്നെ ആയിരിക്കും എങ്കിലും ഇവിടെ ഇത് കുറച്ച് അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഏതായിരിക്കും? എന്തിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്? ഹെയറിൻ്റെ? എന്തായാലും ഹെയറോ ഫേഷ്യലോ വുമൻസിലെ ഏറ്റവും സിഗ്നേച്ചർ ഇതാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പം അവിടെ കൂടുതലും ഇപ്പോൾ ഫേഷ്യൽ തന്നെയാണ് എല്ലാവരും. ഏറ്റവും കൂടുതൽ ഈ അടുത്തൊരു 2-3 days ബിഫോർ കോട്ടയത്തു നിന്നൊരു ഡോക്ടറാണ്, പുള്ളിക്കാരി ഡ്രൈവ് ചെയ്ത് വന്ന് ലേറ്റായാണ് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്, പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫേഷ്യൽ വളരെ തൃപ്തിയായതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ഓക്കെ മാഡം. അപ്പം മാം മറ്റൊരു ഡൗട്ടാണ്, ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ റീലിലൊക്കെ ചുമ്മാ കുറച്ച് ഫണ്ണി പോസ്റ്റൊക്കെ ആയിട്ട് കാണുന്നതാണെങ്കിലും കുറച്ച് റേറ്റ് കുറച്ച് ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് തരുമോ, ഇല്ലെങ്കിൽ അവിടെ ഇത്രയും റേറ്റ് ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്താ ഇത്ര റേറ്റ് കൂടുതൽ, അങ്ങനെയൊക്കെ പലരും തമ്മിൽ ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാവുന്ന കാണാറുണ്ട്. അങ്ങനെ മിക്കവരും വന്ന് ചോദിക്കാറുണ്ട്, ഇവിടെ എന്താ ഇത്രയും റേറ്റ് എന്നൊക്കെ. ഞാൻ പറയും, ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ അനുസരിച്ചാണ്. ഇപ്പം ട്രീറ്റ്മെൻറ്റ്, ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും പല കമ്പനിയുടെ ഉണ്ട്. നമ്മൾ ഏറ്റവും മാക്സിമം ഏറ്റവും നല്ല പ്രോഡക്റ്റ് മാത്രമേ ഞാൻ പാർലറിൽ യൂസ് ചെയ്യാറുള്ളൂ. എം കെ ആണ് ഹെയറിൻ്റെ, അത് ഞാൻ കംപ്ലീറ്റ് അതേ യൂസ് ചെയ്യാറുള്ളൂ. അതിപ്പം എനിക്ക് ഒരിക്കലും അതിന് റേറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല, ഡിസ്കൗണ്ട് ഇടാൻ പറ്റത്തില്ല. ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഹെയറിൻ്റെ പ്രോഡക്റ്റ്സ് എടുക്കുന്നത്, ട്രീറ്റ്മെൻറ്റിൻ്റെ. ഇത് ഇത്രയും കോസ്റ്റ്ലിയാണ്, അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അറിയാൻ പറ്റും നല്ലത്. അപ്പം വേറുള്ളിടത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ മെട്രിക്സ് അങ്ങനെ കുറഞ്ഞ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കൊരു 4000 ചെയ്യാം. എനിക്കത് പറ്റില്ല. ബ്രൈഡലിനാണെങ്കിൽ തന്നെയും എല്ലാം ഇമ്പോർട്ടഡ് ആണ്. മേക്കപ്പിൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ എനിക്കൊരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല. സാധാരണ പ്രോഡക്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര കുറച്ചാലും നമുക്ക് നഷ്ടമില്ല. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഒരു ബേസിക് ആയിട്ട് ചിലപ്പോൾ എത്ര എക്സ്പെൻസ് ഒക്കെ വരുമായിരിക്കും പ്രോഡക്ട്സിന്? ഒരു വൺ ടൈം പർച്ചേസിനൊക്കെ പോകുമ്പോൾ എബവ് 50 ഒക്കെ ആകാറുണ്ട് എല്ലാം മേടിച്ച് വരുമ്പോഴത്തേക്ക്. ഒരു മോയ്സ്ചറൈസറിന് പോലും ക്ലിനിക്കിൻ്റെയൊക്കെ 6000 ആണ് ഒരു ചെറിയ ബോട്ടിൽ മോയ്സ്ചറൈസർ. ഇതാണ് നമ്മൾ ബ്രൈഡിന് യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ആ പ്രോഡക്റ്റ് മുഴുവനായിട്ടും യൂസ് ചെയ്യുന്നില്ലെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു 6000 rupees ഉള്ള ഒരു ബോട്ടിലിൽ നിന്ന് ഒരു ചെറിയൊരു ബോട്ടിൽ 4-5 ബ്രൈഡിന് പോലും ചിലപ്പോൾ തികഞ്ഞു എന്ന് വരില്ല. പിന്നെയും അടുത്ത 6000 ബോട്ടിൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ട് പിന്നെ ഇവർ ചെയ്യുന്ന വർക്കും കൂടെ വെച്ചിട്ടായിരിക്കും ഡെഫിനറ്റ്ലി ആ ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ടാവുക. ഓക്കെ മാം, ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കുമ്പം എന്തൊക്കെ ക്രൈസിസ് ആണ് നേരിടേണ്ടി വരുന്നത്? കൂടുതലും ഈ സ്റ്റാഫിൻ്റെ പ്രോബ്ലം എനിക്ക് ഉണ്ടാകാറുണ്ട്. ഞാൻ ഏജൻസിന് പൈസ അടച്ചിട്ടാണ് നമ്മൾ സ്റ്റാഫിനെ ഈ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ എടുക്കുന്നത്. സിലിഗുഡിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ, കൂടുതലും എനിക്ക് അവരുണ്ട്, മലയാളീസിനേക്കാൾ കൂടുതൽ മറ്റവരുണ്ട്. അപ്പോൾ അവരെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല ഇതാക്കി എടുത്തു കഴിയുമ്പോൾ വേറെ പാർലറുകാർ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ആളെ കണ്ടുപിടിച്ച്. എത്ര മാസമൊക്കെ ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്? ട്രെയിനിങ് നല്ലോണം കൊടുക്കും. കാര്യം ചിലർ പെട്ടെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഏത് സ്റ്റാഫ് വന്നാലും ഞാൻ എന്നിലൊന്ന് പരീക്ഷിച്ചിട്ട് കസ്റ്റമറിന് കൊടുക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരെ വീണ്ടും ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇതെല്ലാം ട്രെയിനിങ് ചെയ്ത് ബെസ്റ്റ് ആയി കഴിയുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ അത് ഭയങ്കര. ഈ അടുത്ത് എനിക്ക് 4 പേര് പോയി.
4 പേര് പോയി. അപ്പം ഈ ഏജൻസിൻ്റെ അടുത്ത് പൈസ കൊടുത്താണോ എടുക്കുന്നത്? അപ്പോൾ അവർക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് അടുത്തടുത്തുള്ള പാർലറുകാർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു വലിയ അതൊരു ഭയങ്കര വിഷമം. പിന്നെ അവരെ ഇതുപോലെ ആക്കി എടുക്കണ്ടേ. ഇപ്പം ഞാനൊരു ഒരു സ്റ്റാഫിനെ ഒന്നും വെക്കാൻ പറ്റില്ല. എഗ്രിമെന്റ്സ് വെക്കണം. ഇനി അല്ല, ഇവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർ രാത്രിയിലാണെങ്കിലും ഇറങ്ങി പോയിക്കളയും. ഒന്നും ചെയ്യാൻ ഒരു എഗ്രിമെന്റിന്റെ പിന്നെ അവരുടെ ID കാർഡ് നമ്മൾ അതൊന്നും തരില്ല അല്ലേ? ഓക്കെ. മേമിന്റെ ഫാമിലി ശരിക്കും ആരൊക്കെയാ? ഞാനും ഹസ്ബൻഡ് 3 മക്കള്. 3 കുട്ടികളുണ്ട്. 3 കുട്ടികൾ. മൂത്ത മോള് ആയുർവേദ ഡോക്ടറാണ്. രണ്ടാമത്തത് മോള് ഒരു ബ്രാഞ്ച് നോക്കുന്നു. ഇളയാളിപ്പം മസ്കറ്റിലാണ്. പുള്ളിക്കാരി ഒരു പാർലർ നോക്കുന്നു. അത് ഓൺലൈൻ നോക്കുക. ഓക്കെ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. 2 മക്കൾ അത് ചെയ്യാന്ന് പറയുന്നത്. 3ാമത്തെ ആള് ഡോക്ടറും. ഓക്കെ. അവരൊക്കെ മാരീഡ് അല്ലേ? അല്ല, മാരീഡ്. 3 പേരും മാരീഡ് ആണ്. അവർക്കും കുട്ടികളുണ്ടാവില്ല? ഉണ്ട്. അപ്പം അമ്മമ്മയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ സന്തൂർ മമ്മിയല്ല, സന്തൂർ ഗ്രാൻഡ് മമ്മി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പിന്നെ വിട്ടുപോയൊരു കാര്യമാണ്, ഇപ്പം ഈ എയർ എക്സ്റ്റൻഷൻ അത്യാവശ്യം മുടി ഉള്ളവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എയർ എക്സ്റ്റൻഷൻ കുറച്ചും കൂടെ തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ട് ആ ട്രീറ്റ്മെന്റ് നമ്മുടെ സലൂണിലുണ്ട്. എയർ എക്സ്റ്റൻഷൻ ഉണ്ട്. അതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് നമുക്ക് 9,000 തൊട്ട് സ്റ്റാർട്ടിങ്. അവർ ഇപ്പം ഇത്ര ഗ്രാം ഹെയറിന് ഇത്ര അങ്ങനെയത്തെ റേറ്റ് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ലെങ്ത് അനുസരിച്ച്. ഓക്കെ. അതിന്റെ ഏത് മെത്തേഡിലാണ്? പല മെത്തേഡ്സ് നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. ഏതാണ്? പല ടൈപ്പ് ഉണ്ട്. വെബ് ടൈപ്പ് ഉണ്ട്. പിന്നെ അല്ലാതെ നാനോ റിംഗ് എന്നും പറഞ്ഞുണ്ട്. ആ റിങ്ങിൽ കണക്ട് ചെയ്ത് നാനോ റിംഗ് ആണ് കൂടുതലും മൂവ് ചെയ്യുന്നത്. എന്തൊക്കെയാ മറ്റ് ഹെയർ കെയർ എന്ന് വെച്ചാൽ പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ആണ്. ഈ ബയോട്ടിൻ എന്നൊക്കെ പറഞ്ഞാൽ, ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ B7 ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പം ഡോക്ടേഴ്സിൻ്റെ അടുക്ക ചെന്നാലും അവർ ബയോട്ടിൻ ടാബ്ലറ്റൊക്കെ നമുക്ക് എഴുതി തരുന്നുണ്ട് ഹെയർ ലോസിന്. അപ്പം ശരിക്കും അവർക്ക് ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ എല്ലാവരും വന്നു, മുടി കംപ്ലീറ്റ് പോകുന്നു എന്താന്ന്. അപ്പം ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അനീമിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ? മിക്കവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പുറമേ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിൽ വൈറ്റമിൻ ഡി കഴിച്ചേ മതിയാവും. വേറെ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെന്റ്? എന്താണ് അവിടുത്തെ? ബയോട്ടിൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് നെയിൽ എക്സ്റ്റൻഷൻ, അങ്ങനത്തെ നെയിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നെയിൽ എക്സ്റ്റൻഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ പാക്കേജാണ്. നെയിൽ എക്സ്റ്റൻഷൻ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, ഈ പറഞ്ഞ പെഡിക്യൂർ, മാനിക്യൂർ, ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, മേക്കപ്പ് എല്ലാം ഉണ്ട്. നമ്മൾ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കാണാറുണ്ടെങ്കിലും പലരും ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പിലും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് വുമൻസ് ഇന്നോവേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു എൻറ്റയർ നമ്മുടെ ഫുൾ ബോഡി കെയർ, സ്കിൻ കെയർ എല്ലാം ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റ്സും എടുത്തിട്ട് വരാൻ പറ്റും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വുമൻസിൻ്റെ ഒരു മേജർ ക്വാളിറ്റി. ആൻഡ് ഓൾസോ ഒരു 38 വർഷത്തെ ഒരു സർവീസിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ സർവീസ് എത്രത്തോളം നല്ലതാണെന്നും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയാലും. ഇതുപോലെ എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ പറയുന്നതിൻ്റെ ഓപ്പൺ പോസ് ഇഷ്യൂ. എനിക്ക് മേക്കപ്പ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷൂട്ടൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് മേക്കപ്പ് ചെയ്ത് പിമ്പിൾസ് എപ്പോഴും വരും. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഈ പിമ്പിൾസ് പൊട്ടിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. സംഹൗ എനിക്ക് കുറേ ഓപ്പൺ പോസ് ഉണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലാന്ന് വെച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു ഇൻഫർമേറ്റീവ് സെഷനായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഈ 3 ബ്രാഞ്ച് അല്ലാതെ ഇനിയും നമുക്ക് കൊച്ചി ഇല്ലെങ്കിൽ കേരളത്തിൽ പല സ്ഥലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റട്ടെ മാഡം. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.